നെടുമങ്ങാട് വഞ്ചുവത്ത് വാടക വീട്ടിൽ ITI ഒന്നാം വർഷ വിദ്യാർത്ഥിനി നമിത ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിശ്രുത വരൻ പോലീസ് കസ്റ്റഡിയിൽ. വലിയമല പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. വീടിന്റെ അകത്ത് അടുക്കളയിൽ ഇന്നലെ ഉച്ചയോടെയാണ് നമിതയെ ഷാൾ ഉപയോഗിച്ച് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങളുമായി സുലേഖ ശശികുമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. സുലേഖ, ഇന്നലെ തന്നെ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു. കാരണം ഈ ഒരു നമിത ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ആ ദിവസം രാവിലെ ഈ പ്രതിശ്രുത വരൻ അവിടെ എത്തി കണ്ടിരുന്നു. തിരിച്ച് ഫോൺ വിളിച്ച് കിട്ടാഞ്ഞപ്പോൾ ഈ യുവാവ് തന്നെ അവിടെ എത്തിയപ്പോഴാണ് മരണവിവരം അറിഞ്ഞത് എന്ന് തുടങ്ങിയ വിവരങ്ങൾ നമുക്ക് ഇന്നലെ തന്നെ ലഭിച്ചിരുന്നു. മറ്റെന്തൊക്കെ വിവരങ്ങളാണ് ഇന്ന് നമുക്ക് അറിയുവാൻ സാധിച്ചിരിക്കുന്നത്? സിന്ദൂരി പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്നലെയാണ് ഇത്തരത്തിലുള്ളൊരു ആത്മഹത്യ. നമിത എന്ന് പറയുന്ന 19 വയസ്സുകാരി വിദ്യാർത്ഥിനി ഇത്തരത്തിലൊരു ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സംഭവത്തിൽ ഇന്ന് ഈ നമിതയുടെ പ്രതിഷേധ വരൻ സന്ദീപിനെ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. സന്ദീപ് രാവിലെ ഈ നമിതയുടെ വീട്ടിലെത്തി പെൺകുട്ടിയുമായി സംസാരിച്ചിരുന്നു. അതിനുശേഷം സന്ദീപ് തിരിച്ചു പോയതിനു ശേഷം ഈ നമിതയെ ഫോണിൽ വിളിക്കുന്നു. ആ വിളിച്ച സമയത്ത് നമിത ഫോൺ എടുക്കാത്തതിനെ തുടർന്നാണ് സന്ദീപ് വീട്ടിലേക്ക് എത്തി നോക്കി വീട്ടിൽ വന്ന് നോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ആ സമയത്താണ് നമിതയെ ഇത്തരത്തിൽ അടുക്കളയുടെ ജനലിൽ ഷാൾ ഉപയോഗിച്ച് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ രാവിലെ വീട്ടിലെത്തി നമിതയുമായി സംസാരിക്കുന്ന സമയത്ത് നമിതയുടെ ഫോണിൽ ഇത്തരത്തിൽ മറ്റൊരു സുഹൃത്തിന്റെ ഫോട്ടോ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ ഫോട്ടോ ആരുടേതാണെന്നുള്ള ചോദ്യം ചെയ്യലിൽ ആണ് ഇത്തരത്തിൽ വഴക്കുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഇവർക്കിടയിൽ വഴക്കുണ്ടാകുന്നു. ഈ വഴക്ക് കഴിഞ്ഞിട്ടാണ് സന്ദീപ് പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോഴാണ് ഇത്തരത്തിൽ ഈ വഴക്കിന് ശേഷം സന്ദീപ് തിരികെ മറ്റൊരു സ്ഥലത്തേക്ക് പോയി ഫോണിൽ വിളിക്കുന്ന സമയത്ത് നമിതയെ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഈ സന്ദീപ് വീട്ടിലെത്തി നോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ സമയത്താണ് ഇത്തരത്തിൽ നമിതയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നാണ് സന്ദീപ് പോലീസിന് നൽകുന്ന മൊഴി എന്ന് പറയുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനൊപ്പം തന്നെ ഇൻക്വസ്റ്റിൽ പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് അത് നമിതയുടെ ആത്മഹത്യ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെയാണ് ഇത്തരത്തിൽ ഉച്ചയോടുകൂടി 12 മണിയോടുകൂടി നമിതയെ വീടിന്റെ അടുക്കളയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വലിയമല പോലീസാണ്, കാട്ടാക്കട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വലിയമല പോലീസാണ് സംഭവത്തിൽ അന്വേഷണം നടത്തുന്നത്. സിന്ദൂരി. വ്യക്തമാണ് സുലേഖ. ITI ഒന്നാം വർഷ വിദ്യാർത്ഥിനി നമിത ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിശ്രുത വരനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ അവർ തമ്മിൽ പരസ്പരം കണ്ടിരുന്നു. ആ സമയത്ത് നമിതയുടെ ഫോണിൽ മറ്റൊരു സുഹൃത്തിന്റെ ഫോട്ടോ കണ്ടതിനെ ചൊല്ലി ഒരു തർക്കമുണ്ടായി. അതിനുശേഷമാണ് നമിത ആത്മഹത്യയിലേക്ക് പോയതെന്നാണ് പ്രാഥമിക വിവരം. കൂടുതൽ വിശദാംശങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ ലഭ്യമാവുകയുള്ളൂ. പ്രാഥമിക വിവരത്തിൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ആത്മഹത്യ തന്നെയാണെന്നാണ് പോലീസ് റിപ്പോർട്ട്. സുലേഖ ശശികുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.